ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ പോയമാണ്. ദ ട്രൂത്ത് എന്ന് ടൈറ്റിലുള്ള ഒരു ചെറിയ പോയമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ സമ്മറിയിലോട്ട് കിടക്കാം. ചെറിയ പോയാണ്, ആകെ 3 സ്റ്റാൻസ മാത്രമേ ഉള്ളൂ. ചെറിയ എക്സ്പ്ലനേഷനും തന്നെയുള്ള ഈ ഒരു പോയത്തിന് വലിയ വലിയ ഡീപ്പായിട്ടുള്ള മീനിങ്ങോ വായിച്ച് ഒരുപാട് നേരം ഇരിക്കേണ്ടത് അങ്ങനെയൊന്നും വരാത്ത ഒരു സിമ്പിൾ പോയാണ് ദ ട്രൂത്ത് എന്ന് പറയുന്ന പോയം. അപ്പോൾ ഈ ഒരു പോയം 3 സ്റ്റാൻസയിലായിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു പോയത്തിൻ്റെ ചെറിയൊരു സമ്മറി പറയാം. ഈ ഒരു പോയത്തിൽ കംപ്ലീറ്റ് സംസാരിക്കുന്നത് ട്രൂത്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സത്യം പറയുന്നത് എത്രത്തോളം ഗുഡാണ്, ഓണസ്റ്റ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഗുഡാണ്, അതുപോലെ ലൈഫിൽ അത് എത്രത്തോളം നെസസറിയാണ്, ആവശ്യകതയേറിയതാണ് എന്നതിനൊക്കെ കുറിച്ച് ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പോയറ്റ് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യുന്നുണ്ട് ഇത് വായിക്കുന്ന ആളുകളെ, ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് ചില സമയത്ത് കയ്പേറിയതായിരിക്കാം. കാരണം നമ്മൾ ആരുടെയെങ്കിലും സത്യം പറയുമ്പോൾ ചില സത്യങ്ങൾ നമ്മൾ ചില ആളുകളുടെ അടുത്ത് പറയുമ്പോൾ അത് കുറച്ച് കയ്പായിരിക്കും. വിച്ച് മീൻസ് നമ്മൾ സത്യമാണ് പറയുന്നതെന്നുണ്ടെങ്കിലും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് വിഷമം ഏറിയതായിരിക്കും. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മരിച്ച വിവരം നമ്മൾ പറയാണ്, മരിച്ചു എന്നുള്ള സത്യമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ പോലും ആ കേൾക്കുന്ന ആൾക്ക് അത് സത്യമാണെന്നുള്ളതിനേക്കാൾ അപ്പുറം ആൾക്കതൊരു വിഷമം ഏറിയതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സത്യം എന്ന് പറയുമ്പോൾ നമുക്കതിനെ അതൊരു ബിറ്ററായിട്ടുള്ള സത്യവും ഉണ്ടാവും, അതല്ലാത്ത ഹാപ്പി ആയിട്ടുള്ള സത്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ സത്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ ലെവലിലായിരിക്കില്ല. ചില സത്യങ്ങൾ ബിറ്ററായിട്ടുള്ള സത്യങ്ങളായിരിക്കും, കയ്പേറിയതായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ സത്യം പറയുകയാണെങ്കിൽ അതെങ്ങനത്തെ സത്യമാണെങ്കിലും ജെൻറ്റിലായിട്ടും വളരെ അതിനെ പൊളൈറ്റായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാൻ എന്നൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്ത് വെക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസയിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് പോയറ്റ് ഇതിലൊരു ചെറിയ കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഫിസിക്കൽ പെയിനും ഇമോഷണൽ പെയിനും തമ്മിലുള്ളൊരു കമ്പാരിസൺ. ഫിസിക്കൽ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലൊക്കെ ഫിസിക്കലി നമുക്ക് കാണാൻ പാകത്തിന് നമുക്ക് എന്തെങ്കിലും പെയിൻ വരികയാണെങ്കിൽ അതിനെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ഇമോഷണൽ പെയിൻ ആയിട്ടാണ്. ഇമോഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലുള്ള തോന്നലാണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനേറ്റ ഒരു പെയിനാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് സംസാരിക്കുന്നത് ട്രൂത്തിനെ കുറിച്ച് തന്നെയാണ്. ഹി സേസ് ദാറ്റ് സ്റ്റിക്സ് ആൻഡ് സ്റ്റോൺസ് ക്യാൻ ഹേർട്ട് അവർ ബോഡി. അപ്പോൾ പോയിറ്റ് ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റിക്ക്, ഒരു വടിയോ ഒരു കല്ലോ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബോഡീനെ ഹേർട്ട് ചെയ്യാം. ആ സമയത്ത് അവിടെ ഇഞ്ചുറീസ് വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ സംഭവിക്കുന്ന പെയിൻ എന്ന് പറയുന്നത് ഫിസിക്കൽ പെയിൻ ആയിരിക്കും. പക്ഷേ ഹാർഷായിട്ടും അൺകൈൻഡ് ആയിട്ടുള്ള, അതായത് സത്യം പറയുകയാണെങ്കിലും അതിനെ ഭയങ്കര ഹാർഷായിട്ട് അല്ലെങ്കിൽ ഒരു കാരുണ്യം ഇല്ലാതെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ്സ് ആളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യും, ആ കേൾക്കുന്ന ആളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന പെയിൻ ഒരിക്കലും ഫിസിക്കൽ പെയിൻ ആയിരിക്കില്ല, കാരണം അവിടെ ഇഞ്ചുറീസ് വിസിബിൾ അല്ല. അത് ഇമോഷണൽ പെയിനാണ്, ഇഞ്ചുറീസ് ഒട്ടും തന്നെ വിസിബിൾ അല്ല. അതുപോലെ തന്നെ അത് വളരെ ഡീപ്പായിട്ട് മുറിവേൽപ്പിക്കുന്ന തരം പെയിനാണ് ഈ ഒരു ഹാർഷായിട്ടും അൺകൈൻഡ് ആയിട്ടുള്ള വേർഡ്സ് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന മുറിവ്. ഫിസിക്കൽ വൂൺസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനൊക്കെ ഏറ്റ മുറിവ് മാറാൻ കുറച്ച് ദിവസം മതി. ആ ഒരു മുറിവ് ഉണങ്ങി മാറിപ്പോകുന്ന അത്രയും മതി ആ ഒരു മുറിവിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. പക്ഷേ മനസ്സിനേറ്റ ആ ഒരു മുറിവ്, നമ്മുടെ മൈൻഡിനേറ്റിട്ടുള്ള ആ ഒരു മുറിവ് ചിലപ്പോൾ ഒരു കാലത്തും ഹീലാവേയില്ല. അത് നമുക്ക് എപ്പോഴും ഒരു ട്രോമ പോലെ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയോ റൂഡായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്താൽ പോലും അതൊരുപാട് കാലം നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതൊരു ഇമോഷണൽ പെയിനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ദെൻ വി മേ റിമെമ്പർ ദോസ് വേർഡ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. അവർ പറഞ്ഞ ആ ഒരു സർട്ടൻ ഇൻസൾട്ടിങ് അല്ലെങ്കിൽ ആ ഒരു റൂഡ് വേർഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. നമ്മുടെ ആ ഒരു പീസ് ഓഫ് മൈൻഡിനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ എത്രത്തോളം സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇമോഷണൽ പെയിന് എന്നുള്ളതാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിറ്റ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് വരുമ്പോൾ ദ പോയിറ്റ് സ്പീക്സ് അബൌട്ട് ഷാർപ്പ് വെപ്പൺസ് ലൈക്ക് സ്വോർഡ്സ്. അപ്പോൾ വാള് പോലുള്ള ഷാർപ്പായിട്ടുള്ള വെപ്പൺസിനെ കുറിച്ചിട്ട് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നുണ്ട്.
സ്വാഡ് എന്ന് പറഞ്ഞാൽ വലിയ മൂർച്ചയേറിയ വാള്. അപ്പോൾ ഈ ഒരു വാളെന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ നമ്മുടെ ബോഡീനെ പെട്ടെന്ന് ഇഞ്ചുർ ആക്കാൻ പറ്റുന്ന ഒരു ഒരു വെപ്പണാണ് വാള് എന്ന് പറയുന്നത്. അപ്പോൾ പോയിറ്റ് ഇവിടെ പറയുന്നുണ്ട്, ബട്ട് ദ പോയിറ്റ് ആസ്ക് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ക്യാൻ ആംഗ്രി ബിറ്റർ വേർഡ്സ് ക്യാൻ ഓൾസോ ഹേർട്ട് ലൈക്ക് എ സ്വാഡ്. ചില സമയത്ത് ദേഷ്യം, അതുപോലെ തന്നെ ബിറ്ററായിട്ടുള്ള വേർഡ്സ്, കയ്പേറിയ വേർഡ്സ് നമ്മളെ ഒരു വാളിനെ എത്രത്തോളം കുത്തി പരിക്കേൽപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളെ ഹേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ആംഗ്രി വേർഡ്സ്, അല്ലെങ്കിൽ ദേഷ്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം അതിൻ്റെ ആൻസറായിട്ട് ഈ പോയിറ്റിന് കിട്ടുന്നത് യെസ് എന്നുള്ളൊരു വേർഡ് തന്നെയാണ്. കാരണം ഹാഷ് വേർഡ്സ് എപ്പോഴും ഒരു പേഴ്സണെ ഇൻസൾട്ട് ചെയ്യാനാണ് വരാറ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹാർഷ് വേർഡ്സ് എന്ന് പറയുന്നത് ദേ ക്യാൻ ബ്രേക്ക് സം വൺസ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്. അയാളോട് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്, അതിനൊക്കെ ബ്രേക്ക് ചെയ്യുകയാണ് ഈ ഒരു ഹാഷ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ഔട്ട്കം എന്ന് പറയുന്നത് അതാണ്. ഇത്തരം വേർഡ്സ് കേൾക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സണ് ഉള്ളിൻ്റെ ഉള്ളിൽ സാഡും അവർക്കൊരു നാണക്കേടും വളരെ മിസറബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുക, ആ ഒരു ഹാർഷ് വേർഡ്സ് കേൾക്കുന്ന വ്യക്തിക്ക്. ദെൻ പോയിറ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ദാറ്റ് വേർഡ്സ് ഹാവ് ഗ്രേറ്റ് പവർ. വേർഡ്സിന് വലിയ പവറാണുള്ളത്. കാരണം ഒരാളെ ഡീപ്ലി ഹേർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഒരാളെ എന്തൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാനും വേർഡ്സിനെ കൊണ്ട് പറ്റും. അപ്പോൾ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ജെൻറ്റിലായിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം എന്നാണ് ഈ സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി തേർഡ് സ്റ്റാൻസയിലോട്ട് വരുമ്പോൾ ദ പോയിറ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ബോത്ത് ഫിസിക്കൽ ഇഞ്ചുറീസ് ആൻഡ് ഹാർഷ് വേർഡ്സ് ലീവ് സ്കാർസ്. ഫിസിക്കൽ ഇഞ്ചുറി, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് പറ്റി കൈമേ, അത് മുറിവ് കരിഞ്ഞുണങ്ങി ഒക്കെ പോയാലും അതിൻ്റെ പാട് കുറച്ച് കാലം നീണ്ടു നിൽക്കും. ഹാർഷ് വേർഡ്സിൻ്റെ പാടും കുറച്ചു കാലം നീണ്ടു നിൽക്കും. പക്ഷേ ഫിസിക്കൽ ഇഞ്ചുറീസ് ലീവ് സ്കാർസ് ഓൺ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ മാത്രമേ ഫിസിക്കൽ ഇഞ്ചുറിയുടെ സ്കാറ് നിലനിൽക്കുള്ളൂ. ആ ഒരു മുറിവേറ്റ പാട് നമ്മുടെ ബോഡിയിൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ക്രൂവൽ വേർഡ്സ് നമ്മുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മുറിവ് നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എല്ലാ കാലത്തും നിലനിൽക്കും. ഫിസിക്കൽ ഇഞ്ചുറി പറ്റിയിട്ടുള്ള സ്കാറ് നമ്മുടെ ബോഡിയിൽ മാത്രമാണെങ്കിൽ ഇത് നമ്മുടെ മനസ്സിനേറ്റ മുറിവ് പോലെ അത് അവിടെ അങ്ങനെ കിടക്കും, ഒരിക്കലും ഫെയ്ഡ് ആവാതെ. ദി സ്കാർസ് ഓഫ് ദ ബോഡി മേ ഫെയ്ഡ് വിത്ത് ടൈം. ബോഡിയിലുണ്ടായ ആ ഒരു ഫിസിക്കൽ ഇഞ്ചുറി കാരണം ബോഡിയിലുണ്ടായ ആ ഒരു സ്കാറ് ചിലപ്പോൾ കുറച്ചൊരു 3-4 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എടുത്തിട്ട് മാഞ്ഞു പോവുമായിരിക്കും. അവിടെ അങ്ങനെ ഒരു മുറിവ് പറ്റിയെന്ന് ആർക്കും തോന്നാത്ത വിധത്തിൽ അത് മാഞ്ഞു പോയേക്കാം. പക്ഷെ ഒരിക്കലും മൈൻഡിനും ഹാർട്ടിനും ഏറ്റൊരു മുറിവ് അതൊരു സ്കാറായി മാറിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഫെയ്ഡ് ചെയ്ത് പോകാൻ എളുപ്പമല്ല, വളരെ ഡിഫിക്കൽട്ടാണ്. ഇമോഷണൽ വൂഡ്സ് മേ സ്റ്റേ വിത്ത് എ പേഴ്സൺ ഫോർ ഇയേഴ്സ്. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലത് വർഷങ്ങളോളം, ചിലപ്പോൾ അയാൾ മരിച്ചു പോകുന്ന സമയം വരെയും എപ്പോഴാണ് അയാൾക്ക് ആ ഒരു ഇമോഷണൽ പെയിൻ ഉണ്ടായത്, ആ ഒരു ഇമോഷണൽ വൂണ്ട് ഉണ്ടായത്, ആ ഒരു സംഭവം അയാൾ എത്ര കാലം ജീവിച്ചിരിക്കും, ആ ജീവിതകാലം മുഴുവൻ അയാൾക്ക് ആ ഒരു പെയിൻ അയാളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പോയിറ്റ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, വാക്കുകൾ എത്രത്തോളം ശ്രദ്ധിച്ച് പറയണം എന്നൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുള്ളൂ. പോയത്തിൻ്റെ ഒരു സിമ്പിൾ മെസ്സേജ് എന്ന് പറയുന്നത് ആളുകൾക്ക് കുറച്ച് ഗുഡ് ക്വാളിറ്റീസ് ടീച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ട്രൂത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ട്രൂത്ത് പറയുമ്പോഴും നമ്മൾ വളരെ കൈൻഡായിട്ട് വേണം സംസാരിക്കാൻ. കാരണം വേർഡ്സ് വളരെ പവർഫുള്ളാണ്. ഹാർഷ് വേർഡ്സ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിൻ ആയിരിക്കും സമ്മാനിക്കുക. പക്ഷേ വി യൂസ് സോഫ്റ്റ് ആൻഡ് പൊളൈറ്റ് ആൻഡ് ജെൻറ്റിൽ ലാംഗ്വേജ് വൈ സ്പീക്കിംഗ്. പക്ഷെ നമ്മൾ സോഫ്റ്റായിട്ടും പൊളൈറ്റായിട്ടും ലാംഗ്വേജ് യൂസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ അതെല്ലാ കാലത്തും നിലനിൽക്കുകയും ചെയ്യും. അത് ആ ഒരു സോഫ്റ്റ്നെസ് എല്ലാ കാലത്തും നിലനിൽക്കും. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.